بسم الله الرحمن الرحيم وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും കൃത്യമായി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ശാരീരികമായി പ്രയാസമില്ലാത്ത ആളുകളൊക്കെ സുഫില് പൂർണ്ണമായി പൂർത്തീകരിച്ച് കയറിയിരിക്കണം അറിയിക്കണം. അത് ജുമുഅയുടെ ഒരു മര്യാദയാണ്. ധിക്കാരം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഒരു പുരുഷായുസ് മുഴുവൻ പീഡനത്തിന്റെ, പരീക്ഷണത്തിന്റെ കഷ്ടപ്പാടിൽ ജീവിച്ചു തീർത്ത, തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെ കൃത്യമായി പൂർത്തിയാക്കി ഇബ്രാഹിം അല്ലദി വഫ എന്ന് അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് നൽകിയ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ വിശദീകരിച്ചത്. അഥവാ ശിർക്കിനെതിരെ പടപൊരുതിയ ഒരു പ്രവാചകൻ, അള്ളാഹുവിന്റെ ഖലീൽ അഥവാ കൂട്ടുകാരൻ എന്ന് അല്ലാഹു തആല വിളിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തുള്ള ഓരോ മുസ്ലിമിനും തന്റെ ജീവിതത്തിലുടനീളം മാതൃകയായ പ്രവാചകനാണ്. ഒരു നല്ല മകൻ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എങ്ങനെയാകണമെന്ന നിലയിൽ, ഒരു പിതാവ് എങ്ങനെയാവണം, ഒരു പ്രബോധകൻ എങ്ങനെയാവണം, ഒരു അധ്യാപകൻ എങ്ങനെയാകണമെന്നൊക്കെ കൃത്യമായി മാതൃക കാണിച്ച ഒരു പ്രവാചകനാണ്. ഏതൊരു മേഖലകൾ എടുത്തു പരിശോധിച്ചാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നമുക്ക് കൃത്യമായ മാതൃകയുണ്ട്. ഒരു വിശ്വാസി പ്രാർത്ഥനാ നിരതനാവണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ കൃത്യമായി നമുക്കിതിന് മാതൃകയുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് അദ്ദുആ, പ്രാർത്ഥന എന്നുള്ളത്. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന പ്രാർത്ഥനയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന എന്ന ആരാധന നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്കുണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഏതൊരു ആരാധനക്കും അർഹൻ അല്ലാഹുവാണെന്നിരിക്കെ പ്രാർത്ഥന മാത്രം മറ്റുള്ളവരോട് നടത്തുക എന്നത് വമ്പിച്ച അപരാധമാണ്. ജീവിതത്തിന്റെ ഏതു സാഹചര്യത്തിലും ഏതൊരാവശ്യവും അല്ലാഹുവോട് മാത്രം ചോദിക്കാനാണ് അല്ലാഹു തആല കൽപ്പിച്ചതും അല്ലാഹുവിനോട് മാത്രമാണ് നമ്മൾ ചോദിക്കേണ്ടതും. നിത്യജീവിതത്തിൽ പ്രാർത്ഥനാ നിരതനാകണം എന്ന കാര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് മാതൃകയുണ്ട്. വിശുദ്ധ ഖുർആനിലെ
വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, കാര്യങ്ങൾക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ 10ഓളം പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി. ആ പ്രാർത്ഥനകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ഉത്തരം നൽകുകയും ചെയ്തു. അതിലൊരു പ്രാർത്ഥനയാണ് ജനങ്ങൾ, മുസ്ലിം സമൂഹത്തിലേക്ക് ഒരു പ്രവാചകനെ അയക്കണമെന്ന, അഥവാ ഈ ഉമ്മത്തിലേക്ക് ഒരു പ്രവാചകനെ അയക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിലെ 129-ാമത്തെ ആയത്തിൽ കാണാം, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ നിന്നു തന്നെ ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ അല്ലാ. അഥവാ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഈ ഉമ്മത്തിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നീ നിയോഗിക്കണം. യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം, അവർക്ക് ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും വേദവും വിജ്ഞാനവും അഭ്യസിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെ അവരിൽ നിന്നു തന്നെ നീ നിയോഗിക്കണേ അല്ലാ. ഈ ഉമ്മത്തിനോട് ഏറ്റവും സ്നേഹമുള്ള വ്യക്തിത്വമായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. തന്റെ സമൂഹം വഴിപിഴക്കാതിരിക്കാൻ, അവർക്ക് നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു പ്രവാചകൻ വേണമെന്ന തിരിച്ചറിവിൽ ഈ ഉമ്മത്തിനു വേണ്ടി, ഈ ഉമ്മത്ത് ഉണ്ടാകുന്നതിന്റെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എന്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായി നിയുക്തനായ പ്രവാചകനാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞ വാചകമാണത്, അന ദഅവതു അബി ഇബ്രാഹിം. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് ഇരുലോകത്തും ഉപകാരം ലഭിക്കാൻ തേടണം ഒരു മുസ്ലിം എന്ന് കൃത്യമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചിരുന്നു. നമ്മൾ ജീവിക്കുന്ന സമൂഹം നേർവഴിയിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ഈ ഉമ്മത്തിനു വേണ്ടി. അതോടൊപ്പം നമ്മുടെ മക്കളെ ആ നിലക്ക് വളർത്തും വേണം. സമൂഹത്തിന് മതം പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങളും സംരംഭങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോ മുസ്ലിമിനും ഉണ്ട് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നോക്കി, ഒരു ഉമ്മത്തിനു വേണ്ടി പ്രാർത്ഥിച്ച ഒരു പ്രവാചകൻ, ആ ഉമ്മത്തിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ടിട്ടില്ല. എന്നിട്ട് പോലും കാണാത്ത ഒരു സമൂഹത്തിന് വേണ്ടി, ആ സമൂഹത്തിൽ നന്മയുണ്ടാകാൻ, ആ സമൂഹത്തിലേക്ക് ഒരു പ്രവാചകൻ ഉണ്ടാകാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന മക്കയെ നിർഭയ രാഷ്ട്രമാക്കാൻ, അതോടൊപ്പം സ്വന്തത്തെയും കുടുംബത്തെയും ശിർക്കിൽ നിന്നും അകറ്റാനുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا الْبَلَدَ آمِنًا وَاجْنُبْنِي وَبَنِيَّ أَن نَّعْبُدَ الْأَصْنَامَ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇപ്രകാരം പ്രാർത്ഥിച്ച സന്ദർഭം, റബ്ബി ഇജ്അൽ ഹാദൽ ബലദ ആമിനാ, എന്റെ രക്ഷിതാവേ, ഈ നാടിനെ നീ നിർഭയത്വമുള്ള രാജ്യമാക്കണേ അല്ലാഹ്. വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹ ആരാധനയിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യണേ അല്ലാഹ്. ഒരു രാജ്യം നിർഭയമായിരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥന. രണ്ടാമത്തെ സഹോദരങ്ങളെ, ഏറ്റവും പരമപ്രധാനം എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവന്റെ വിശ്വാസമാണ്. ആ വിശ്വാസം ശരിയായിട്ടില്ല എങ്കിൽ
ലോകത്ത് എത്ര വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും കാര്യമില്ല. ഒരു നാട് നിർഭയത്വമുള്ള രാജ്യമായിട്ടും കാര്യമില്ല, അവന്റെ ഈമാൻ അത് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ. ഈ ബോധ്യം കൃത്യമായി ഉള്ളത് കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രാർത്ഥന അദ്ദേഹം നടത്തിയത്. അല്ലെ, ഞാൻ ബിംബാരാധന നടത്തുന്നതിനെ തൊട്ട് കാക്കണെന്ന് മാത്രമല്ല, സ്വന്തത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, തന്റെ സന്താനങ്ങളെയും ശിർക്ക് ചെയ്യുന്നവരാക്കല്ലേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്. ഒരു സമൂഹം മുഴുവൻ ആരാധിക്കുന്ന ബിംബങ്ങളെ തച്ചുടച്ച ഒരു പ്രവാചകൻ, ബിംബാരാധനയിൽ നിന്ന് തന്റെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകനാണ് പറയുന്നത്, പടച്ചവനെ എന്നെ നീ ബിംബാരാധകനാക്കി മാറ്റല്ലേ, എന്നെ മാത്രല്ല എന്റെ കുടുംബത്തെ, എന്റെ മക്കളെ നീ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥന. അത് എന്തുകൊണ്ടാ? പ്രവാചകൻ കറുത്ത രാവിൽ കറുത്ത ഉറുമ്പരിച്ചു വരുന്നത്രയും ഗോപ്യമായി ശിർക്ക് നമ്മിലേക്ക് അരിച്ചെത്തുന്നാണ്. അത്ര അതീവ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു വിഷയ ശിർക്ക്. ഉറുമ്പ് ശരീരത്തിൽ അരിച്ചു കയറി കടിക്കുമ്പോൾ നമ്മൾ അറിയുള്ളൂ. അതിനേക്കാൾ ഗോപ്യമായി നമ്മിലേക്ക് ശിർക്ക് കടന്നു വരുമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പ്രാർത്ഥന അത്ര ഗൗരവമായി കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള കാരണം. പ്രിയപ്പെട്ടവരെ, ശിർക്ക് ജീവിതത്തിൽ വന്നുപോയാൽ പിന്നെ രക്ഷല്ല. ഇന്നഹു മയ്യുശ്രികു ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന പക്ഷം ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവനതാ അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. വമഅവാഹു മുന്നാർ, അവന്റെ സങ്കേതം നരകമായിരിക്കും. വമാലിൽ ളാലിമീന മിൻ അൻസ്വാർ, അക്രമികളെ സഹായിക്കാൻ പിന്നെ ആരുണ്ടാവില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് കൃത്യമായി മാതൃക കാണിച്ചു തരാണ്. മൂന്നാമത്തേത്, പ്രിയപ്പെട്ടവരെ, മക്കയെ നിർഭയവും അവിടെയുള്ള ആളുകൾക്ക് കായ്ക്കനികൾ ലഭിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആനിൽ കാണാം. ഈ നാടിന് നിർഭയത്വമുള്ള രാജ്യമാക്കണം. വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, ഈ നാടിനെ നീ നിർഭയത്വമുള്ള രാജ്യമാക്കി മാറ്റണമെന്നാണ്. ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇവിടെ താമസിക്കുന്ന ആൾക്കാർ, ഇവിടെയുള്ള താമസക്കാരിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് നീ കായ്ക്കനികൾ ആഹാരമായി നൽകുകയും ചെയ്യണേ അല്ലാ. ആ നാട്ടിലെ ആളുകൾക്ക് നല്ല ഭക്ഷണം, നല്ല കായ്ക്കനികൾ കൊടുക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന. മക്കയുടെ കാര്യം നമുക്കറിയാം, ഇന്ന് അത്ഭുതമാണ്. ഇന്ന് കാണുന്ന രൂപത്തിൽ എന്തു കാര്യവും ലഭിക്കുന്ന, എന്ത് സാധനം ലഭിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ന് മക്ക മാറിയിട്ടുണ്ട്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. ആ മക്ക എങ്ങനത്തെ രാജ്യമായിരുന്നു? മകനെയും ഭാര്യയെയും മക്കയിൽ വിട്ടേച്ചു പോകുമ്പോ മക്ക എന്ന് പറയുന്ന ആ രാജ്യമെന്ന് ആൾപ്പെരുമാറ്റമില്ലാത്ത നാടാണ്, വരണ്ട ഭൂമിയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ തന്നെ ആ കാര്യം കൃത്യമായി കാണാനും പറ്റും. ഖുർആനിൽ കാണാം, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം, ഞങ്ങളുടെ രക്ഷിതാവേ, എന്റെ സന്തതികളിൽ നിന്ന് ചിലരെ കൃഷിയൊന്നുമില്ലാത്ത ഒരു തായ്വരയിൽ നിന്റെ പവിത്രമായ ഈ കഅബയുടെ അടുത്ത് ഞാനിതാ താമസിച്ചു വിട്ടേച്ചു പോവുകയാണ്. എന്റെ മകനെയും എന്റെ ഭാര്യനെയും ആൾപ്പെരുമാറ്റമില്ലാത്ത, ഭക്ഷ്യ യോഗ്യമല്ലാത്ത ഈ വരണ്ട നാട്ടില്, ഒരു കായ്ക്കനി പോലും ലഭിക്കാത്തൊരു നാട്ടില് ഞാൻ എന്റെ മകനെയും എന്റെ ഭാര്യനെയും വിട്ടേച്ചു പോകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് മക്ക മാറിയത് അത്ഭുതമാണ്. മക്ക ഇന്നും ആവശ്യ വസ്തുക്കൾ ലഭിക്കാത്തൊരു രാജ്യമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ നാട്ടിലേക്ക് പോണ ആളുകൾ എണ്ണം എന്ന് പറയില്ലേ?
അവിടെ പോയി ഒരു ഉപകാരമില്ല, ഭക്ഷണമൊന്നും ലഭിക്കൂല. അങ്ങനത്തെ ഒരു നാടാണ് ഇന്ന് മക്കയെങ്കിൽ ആ നാട്ടിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവ് വരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലം അല്ലാഹു തആല നിറയെ കായ്ക്കനികളുള്ള ഒരു നാടാക്കി അല്ലാഹു മക്കയെ മാറ്റിയാണ്. പിന്നെ നാലാമത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന സ്വാലിഹായ സന്താനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. വാർദ്ധക്യം വരെ അല്ലാഹു തആല പരീക്ഷിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ. തലമുടികളൊക്കെ നരച്ചു, ശരീരം ചുക്കിച്ചുളിഞ്ഞ് ഇനി ഒരിക്കലും ഒരു മക്കൾ ഉണ്ടാവുകയില്ലെന്ന വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റമെത്തി ഇബ്രാഹിം അലൈഹിസ്സലാം. പ്രാർത്ഥിക്കാൻ പടച്ചവനോട് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ സന്താനത്തെ തരണേ റബ്ബേ എന്നാണ്. അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. ഫബശ്ശർനാഹു ബിഉലാമിൻ ഹലീം. സഹനശീലനായ ഒരു ആൺകുട്ടിയെ ഞാനിത് നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നാണ്. എന്താണ് അദ്ദേഹത്തിന്റെ സഹനശീലം എന്നത് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു. വാർദ്ധക്യകാലത്ത് അള്ളാഹു നൽകിയ സന്താനമെന്ന അനുഗ്രഹത്തിന് അദ്ദേഹം നന്ദിയുള്ള പ്രവാചകനായിരുന്നു. അൽഹംദുലില്ലാഹ്, അദ്ദേഹം പറയാണ് പടച്ചവനോട്, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. ഈ വാർദ്ധക്യകാലത്ത് എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും പ്രദാനം ചെയ്ത അല്ലാഹുവിന് ദാ സർവസ്തുതിയും. ഇന്ന റബ്ബീ ലസമീഉദ് ദുആ, തീർച്ചയായും എന്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്റെ റബ്ബ്. അതൊരു വിശ്വാസമാണ്. പ്രാർത്ഥിച്ചാൽ അല്ലാഹ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന പൂർണ്ണമായ വിശ്വാസം. വാർദ്ധക്യകാലത്ത് മക്കളെ തന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം അള്ളാഹുവിന്റെ വിശേഷണം എടുത്തു പറയാണ്. ഇന്ന റബ്ബി ലസമീഉദ് ദുആ, തീർച്ചയായും എന്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഈ മൂന്ന് ഗുണങ്ങളും പ്രിയപ്പെട്ടവരെ വിശ്വാസികൾ എന്ന നിലയ്ക്ക് എന്നിലും നിങ്ങളിലും ഉണ്ടാകേണ്ട ഒരു സ്വഭാവമാണ്. പ്രാർത്ഥിക്കേണ്ടത് മക്കൾക്ക് വേണ്ടിയിട്ടല്ല, പ്രാർത്ഥിക്കേണ്ടത് സ്വാലിഹായ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത്, ലഭിച്ച സന്താനങ്ങളുടെ വിഷയത്തില് നന്ദിയുള്ളവരായിട്ട് നമ്മൾ മാറണം. എങ്ങനെ നന്ദി ഉണ്ടാകുക? അള്ളാഹു തന്ന സന്താനങ്ങളിൽ എങ്ങനെ പടച്ചവനോട് നന്ദി കാണിക്കേണ്ടത്? ആ സന്താനങ്ങളെ ഇസ്ലാമികമായ മാർഗത്തിൽ വളർത്തിക്കൊണ്ടിരണം. അള്ളാന്റെ മാർഗത്തില് ആ മക്കളെ വളർത്താൻ നമ്മൾ തയ്യാറാകണം. മൂന്നാമത്തത്, കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് പടച്ചവനോട് പൂർണ്ണമായി നന്ദി കാണിക്കണം. ഇബ്രാഹിം മില്ലത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ഏറ്റവും വലിയ പ്രത്യേകത ഷാക്കിറൻ ലി അൻഉമിഹി എന്നാണ്. എന്താ ഷാക്കിറൻ ലി അൻഉമിഹി? അദ്ദേഹം കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ പടച്ച റബ്ബിനോട് നന്ദി കാണിച്ച പ്രവാചകനാണ്. ഇത് വിശുദ്ധ ഖുർആനിൽ സഹോദരങ്ങളെ ഓതി തീർക്കാനും ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിടാനുള്ളതല്ല, മറിച്ച് നന്ദി കാണിക്കുന്നവരാണോ ഞാനും നിങ്ങളും എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കണം. അള്ളാഹു തന്ന സമ്പത്ത് പ്രിയപ്പെട്ടവരെ അള്ളാഹ് തന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് എങ്ങനെ തിരിച്ചു പടച്ചവനോട് നന്ദി കാണിക്കേണ്ടത്? ആ സമ്പത്ത് തന്ന പടച്ചവന്റെ മാർഗത്തില് സമ്പത്ത് ചെലവാക്കാൻ പറ്റണം. അള്ളാഹു തന്ന അനുഗ്രഹത്തെ ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കാൻ പറ്റണം. അപ്പോഴാണ് സമ്പത്തിനോട് നന്ദി കാണിക്കുക. പടച്ചറബ് തന്ന സമ്പത്ത് എന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക. അള്ളാഹു തന്ന കേൾവിക്ക് എങ്ങനെ നന്ദി കാണിക്കേണ്ടത്? അള്ളാഹ് കേൾക്കാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം, അള്ളാഹ് കാണാൻ പറഞ്ഞ കാര്യങ്ങൾ കാണണം, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കേൾക്കണം, കാണണം, അവൻ ഇഷ്ടപ്പെടുന്ന വാക്കുകൾ സംസാരിക്കണം. ഇങ്ങനെ പടച്ച റബ്ബ് തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും തിരിച്ചങ്ങോട്ട് നന്ദി കാണിക്കാൻ പറ്റണം. അങ്ങനെ കൃത്യമായി നന്ദി കാണിച്ച പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അഞ്ചാമത്തത് പ്രിയപ്പെട്ടവരെ, തന്നെയും മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ.
എന്റെ രക്ഷിതാവേ, എന്നെയും എന്റെ സന്തതികളിൽപ്പെട്ടവരെയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാക്കി നീ മാറ്റണേ എന്നാണ്. റബ്ബനാ വതഖബ്ബൽ ദുആ, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കും വേണം. നോക്കി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മക്കളെ നമസ്കാരം നിലനിർത്തുന്നവരാക്കിയിട്ട് മാറ്റണം. എന്നിട്ട് പറയാണ് ഈ പ്രാർത്ഥന നീ സ്വീകരിക്കും ചെയ്യണേ. എത്ര മാതൃകയായിട്ടുള്ള ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പ്രിയപ്പെട്ട, നിസ്കാരത്തിന്റെ വിഷയത്തിലൊക്കെ അശ്രദ്ധരാകുന്നവരാണ് നമ്മിൽ പല ആളുകളും. മറ്റെല്ലാ സ്ഥലങ്ങളിലും കറങ്ങി നടന്നിട്ടും നമസ്കരിക്കാൻ പള്ളിയിലെത്താൻ ഇപ്പോഴും പല ആളുകൾക്കും മടിയാണ്. അങ്ങാടിയിലുണ്ടാവും, എന്നാലും പള്ളി കയറി നിസ്കരിക്കൂല. ജമാഅത്തിന്റെ സമയത്ത് അങ്ങാടികളിൽ കറങ്ങി നടക്കുന്നുണ്ടാവും, അങ്ങാടികൾ ചായ കുടിക്കുന്നുണ്ടാവും. പക്ഷെ പള്ളിയിൽ കയറി ജമാഅത്തിന്റെ സമയമാകുമ്പോൾ നിസ്കരിക്കുന്ന ഒരു സ്വഭാവം പല ആളുകളിലും സഹോദരങ്ങളെ കാണുന്നില്ല. സുബഹി നിസ്കരിക്കാനും ഒക്കെ പല ആളുകൾക്കും മടിയാണ്. മക്കളെ വിളിച്ചുണർത്താൻ പോലും പല മാതാപിതാക്കൾക്കും മടിയാണ്. സ്കൂളില് എക്സാം ആണെങ്കിലൊക്കെ നിങ്ങൾ എത്ര നേരത്തെ നമ്മളെ മക്കളെ വിളിക്കും. സുബഹിന്റെ മുമ്പ് നമ്മൾ വിളിച്ച് 4 മണിക്കൊക്കെ വിളിച്ച് അല്ലെ അവരെ ചായയൊക്കെ കൊടുത്ത് വായിക്കാൻ ഇരുത്തും നമ്മള്. സുബഹിന്റെ സമയമാകുമ്പോ മാതാപിതാക്കൾ എണീറ്റ് നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ മക്കൾ കടന്നുറങ്ങുമ്പോ അവരെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കാന്നുള്ളത് പല രക്ഷിതാക്കളും സഹോദരങ്ങളെ ശ്രദ്ധിക്കാറില്ല. മക്കളുടെ പഠനവും ജോലിയൊക്കെ നന്നായി ശ്രദ്ധിക്കുന്ന പല ആളുകളും മക്കളുടെ മതപഠനത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ പലപ്പോഴും ഉണ്ടാകണില്ല. മക്കൾക്ക് അസുഖം വരുമ്പോ നമ്മൾ പ്രാർത്ഥിക്കൂല, മക്കൾക്കൊരു രോഗം വന്ന് നമ്മൾ പ്രാർത്ഥിക്കും. എത്ര ആളുകള് പ്രിയപ്പെട്ടവർ എന്റെ മക്കളെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ആളുകളുണ്ട് ഈ സദസ്സിൽ? സ്വന്തം നഫ്സിനോട് നമ്മൾ ചോദിക്കാം. രോഗം വന്ന് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ മക്കൾക്ക് വേണ്ടി. നാ മക്കളെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ആളുകളുണ്ട്? ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മാതൃകയാണ്. മാത്രമല്ല തന്നെയും തന്റെ മകനെയും അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവരാക്കാൻ, തൗബ സ്വീകരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഉണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിൽ കാണാം, റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഇരുവരെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കി നീ മാറ്റണേ അല്ലാ. എന്നീ എന്റെ മകനും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കിയിട്ട് നീ മാറ്റണേ അല്ലാ. എന്നിട്ടോ വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ നീ ഉണ്ടാക്കണം. പിന്നെ എന്റെ മക്കളെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കി മാറ്റണം. എന്നിട്ട് ആ മക്കളിലൂടെ നിന്നെ അനുസരിക്കുന്ന, നിനക്ക് കീഴൊതുങ്ങി ജീവിക്കുന്ന ഒരു സമുദായത്തെ തന്നെ നീ ഉണ്ടാക്കി തീർക്കണേന്ന് പ്രാർത്ഥിച്ച ഒരു പ്രവാചകൻ. എവിടെ നോക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനകളിൽ മിക്ക സ്ഥലങ്ങളിലും അദ്ദേഹം സ്വന്തത്തിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്, മക്കൾക്ക് വേണ്ടി അതിന്റെ കൂടെ പ്രാർത്ഥിച്ചൊരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. മാത്രമല്ല മാതാപിതാക്കൾക്കും വിശ്വാസികൾക്കും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഉണ്ട്. റബ്ബന ഇഗ്ഫിർ ലീ വലിവാലിദയ്യ വലിൽമുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. എന്റെ റബ്ബേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പൊറുത്തു തരണേ അല്ലാ. എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ പിതാവ് പ്രിയപ്പെട്ടവരെ വിശ്വാസി അല്ലാത്തത് കൊണ്ട് പിതാവിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ എല്ലാ പ്രാർത്ഥനകളും അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്, ഒരൊറ്റ പ്രാർത്ഥന ഒഴികെ. അത് തന്റെ പിതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചില്ല. എന്തുകൊണ്ടാ സ്വീകരിക്കാത്തതിന് കാരണം?
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവ് വിശ്വാസിയല്ലാത്തത് കൊണ്ട് അള്ളാഹു തആല എന്ത് ചെയ്തില്ല? ആ പ്രാർത്ഥന മാത്രം അള്ളാഹ് സ്വീകരിച്ചില്ല. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇബ്രാഹിം നബിയിൽ മാതൃകയില്ലാണ്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലൊക്കെ നിങ്ങൾക്ക് മാതൃക ഉണ്ട്, ഒരൊറ്റ വിഷയത്തിൽ ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് മാതൃകയില്ല എന്ന് ഖുർആൻ പറഞ്ഞു. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് മാതൃകയില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ പിതാവ് വിശ്വാസിയല്ലാത്തതുകൊണ്ട്. വിശ്വാസിയല്ലാത്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അത് സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും അവർ വിശ്വാസിയല്ലേ, മുസ്ലിം അല്ലേ, അവർക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമല്ല. അതാണ് ഇബ്രാഹിം നബിയുടെ ഈ മില്ലത്തിൽ നമുക്ക് അല്ലാഹു തആല പഠിപ്പിച്ചിരുന്നൊരു കാര്യം. രണ്ട്, എത്ര വലിയ ആൾക്കാരായിട്ടും കാര്യമില്ല, ഒരു പ്രവാചകന്റെ വാപ്പയായിട്ടും കാര്യമില്ല, ശിർക്ക് ചെയ്തോ പിന്നെ അവന്റെ കർമ്മങ്ങൾ മുഴുവൻ ബാത്തിലാണ്. അത് പ്രവാചകനായിട്ടും കാര്യമില്ല, പ്രവാചകന്റെ ഭാര്യയായിട്ടും കാര്യമില്ല, അവരുടെ മാതാപിതാക്കളായിട്ടും കാര്യമില്ല, മക്കളായിട്ടും കാര്യമില്ല. അങ്ങനെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യനെ രക്ഷപ്പെടുത്തണം. ആസിയ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ഫിറഔനാണ്. ഫിറഔൻ നരകത്തിലും ആസിയ ബീവി സ്വർഗത്തിലുമാണ്. എന്തുകൊണ്ടാ? വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ട് ശിർക്ക് ചെയ്താലേ പ്രിയപ്പെട്ടവരെ അമലുകൾ മുഴുവൻ ബാത്തിലായി പോകും. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് ശിർക്ക് എന്നുള്ളത്. അതിനെ തൊട്ട് അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് പ്രാർത്ഥന. സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന എന്നുള്ളത്. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നബിയെ പറയുക, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ല എങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്തോ പരിഗണന തരാനാണ്. വിശ്വാസി പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥനയില്ലേ അല്ലാഹു തആല ആ മനുഷ്യനെ പരിഗണിക്കുകയില്ലെന്ന്. അതുകൊണ്ട് ഒരു അടിമ വിനയാന്വിതനായി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവനാകണം. പല ആളുകൾക്കും സഹോദരങ്ങളെ പ്രാർത്ഥിക്കാൻ പലപ്പോഴും മടിയാണ്. അപ്പൊ നോക്കി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും നല്ല സമയങ്ങളുണ്ട്. ഇപ്പൊ ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്കുള്ള ഉത്തരം തന്നിരിക്കുന്നതാണ്. ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയം, രാത്രിയുടെ അന്ത്യയാമങ്ങള്, യാത്രക്കാരന്റെ ദുആ. ഒരാൾ യാത്ര പോണ സമയത്ത് ആ യാത്രയിൽ അയാൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു ആ പ്രാർത്ഥനക്ക് ഉത്തരം തരുന്നതാണ്. പക്ഷെ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് മടിയാണ്. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അവനോട് നിങ്ങൾ ചോദിക്കണം. തീർച്ചയായും അവനോട് ചോദിക്കുന്നത് അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. ലൈസ ശൈഉൻ അക്റമു അലല്ലാഹി തആല മിന ദുആ. അല്ലാഹുവിന് പ്രാർത്ഥനയേക്കാൾ ആദരവുള്ള മറ്റൊരു കാര്യവും അല്ലാഹുവിന്റെ അടുത്തില്ല എന്നാണ്. അല്ലാഹ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവ് എന്തറിങ്ങൾ? ദുആണ്, പ്രാർത്ഥനയാണ്. അല്ലാഹു തആല പറയാ, ഇന്നഹു മല്ലം യസ്അലില്ലാ യഅ്ലബ് അലൈഹി എന്നാണ്. ആര് അല്ലാഹുവിനോട് ചോദിക്കുന്നില്ലയോ അല്ലാഹു തആല മനുഷ്യനോട് കോപിക്കുന്നതാണ്. അല്ലാഹ്ക്ക് ആ മനുഷ്യനോട് ദേഷ്യാണ്.
ജനങ്ങളിൽ വെച്ച് ഏറ്റവും അശക്തനായ മനുഷ്യനാണെന്നറിയോ? ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ആള്, ദുആ ചെയ്യാൻ സാധിക്കാത്ത ഒരാള്. അവന്റെ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത്? ഒന്ന് അശ്രദ്ധയാകാം, അല്ലെങ്കിൽ അതൊന്നും അത്ര ഒരു കാര്യമായിട്ട് എടുക്കാത്ത കാരണമാകാം. മനുഷ്യരിൽ ഏറ്റവും ദുർബലൻ, ഏറ്റവും അശക്തൻ, അള്ളാഹ്ക്ക് ദുആ ചെയ്യാൻ സാധിക്കാത്ത ഒരാളാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിരന്തരം ഉണ്ടാവണം. നമ്മളെ അത്യാവശ്യങ്ങൾ വരുമ്പോഴാണ് പ്രാർത്ഥിക്കുള്ളൂ. ചിലപ്പോൾ ഒരു പരീക്ഷ വിജയിക്കാൻ, അല്ലെങ്കിൽ ജീവിതത്തിലെ മാരകമായ രോഗങ്ങൾ വരുമ്പോ, സാമ്പത്തികമായ പ്രതിസന്ധികൾ വരുമ്പോ, കച്ചവടത്തിലെ പ്രയാസങ്ങൾ വരുമ്പോ, അങ്ങനെ അത്യാവശ്യങ്ങൾക്കാണ് പല ആളുകളും ചിലപ്പോ കൈ ഉയർത്തി പ്രാർത്ഥിക്കുള്ളൂ. ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം ജീവിതത്തിലുടനീളം അവൻ പ്രാർത്ഥനാ നിരതനായിരിക്കണം. അങ്ങനത്തെ ആളുകളെ അള്ളാഹു ഒരിക്കലും കൈയൊഴിയില്ലാന്ന്. പ്രാർത്ഥിക്കുമ്പോ എന്താ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ അവന്റെ മനസ്സിലുണ്ടാകേണ്ടത്, ഞാൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് പടച്ചോൻ ഉത്തരം തരുന്നാണ്. അത് തന്നിരിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിൽ വേണം പ്രാർത്ഥിക്കാൻ. പല ആളുകളും പ്രാർത്ഥിക്കുമ്പോ എങ്ങനെയാ നിങ്ങൾ ഇതൊന്നും പടച്ചോൻ പുറത്തരൂല, അല്ലേ? അതൊന്നും ചോദിച്ചാൽ ചിലപ്പോ കിട്ടിക്കോണമെന്നില്ല എന്നുള്ള നിലക്കാണ് പല ആളുകളും പ്രാർത്ഥിക്കാം. അത് തരും. ഞാൻ പ്രാർത്ഥിച്ചാൽ എന്റെ പ്രാർത്ഥനക്കല്ല ഉത്തരം തരും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു ആ പ്രാർത്ഥനക്ക് ഉത്തരം തന്നിരിക്കുന്നു. ആത്മാർത്ഥമായ ദുആ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽ നിന്ന് കൃത്യമായി മാതൃക ഉൾക്കൊള്ളുന്നവരായി ഞാൻ നിങ്ങൾ മാറുക.